പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും ഒക്കെ ഇവർ 12 പേര് ഗലീലക്കടലിനെ ക്രോസ് ചെയ്യുകയാണ്. ഏതാണ്ട് 8 കിലോമീറ്റർ നീളമുള്ള 27.5 കിലോമീറ്റർ വീതിയുള്ള ഗലീലക്കടല് ഇവർ ക്രോസ് ചെയ്യുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് മുമ്പ് അക്കരയ്ക്ക് പോ. ശിഷ്യന്മാരെ യേശുവിനെ വള്ളത്തെ കയറ്റാൻ നിർബന്ധിച്ചില്ല. അതിന്റെ കാരണം, ഇതിനു മുമ്പ് ഇവർ ഗലീലക്കടൽ 1000 തവണ അല്ല 10,000 തവണ ക്രോസ് ചെയ്തതാണ്. എനിക്ക് കഴിയുന്ന മേഖലയിൽ എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ പൈസയുണ്ടോ? എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല. എനിക്ക് ആരോഗ്യമുണ്ടോ? എനിക്ക് ദൈവസാന്നിധ്യത്തിന്റെ ആവശ്യമില്ല. എൻ്റെ മുറ്റത്ത് കാറുണ്ടോ? എനിക്ക് ദൈവസാന്നിധ്യത്തിന്റെ ആവശ്യമില്ല. 5-ാം പട്ടയ്ക്ക് 37 ഏക്കർ റബ്ബർ തോട്ടം ഉണ്ടോ? എനിക്ക് ദൈവസാന്നിധ്യത്തിന്റെ ആവശ്യമില്ല. വേൾഡ് ബാങ്കിൽ, സ്വിസ് ബാങ്കിൽ, കാനറ, കാത്തലിക്, IDB, ICIC ബാങ്കിൽ കാശുണ്ടോ? എനിക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല. ഇത് തന്നെയാ പത്രോസ് പറഞ്ഞത്. യേശു അവിടെ ഇരുന്നോ, ഞങ്ങൾ പൊക്കോളാം. ഇത് തന്നെ അന്ത്രയോസ് പറഞ്ഞത്, അങ്ങ് അവിടെ ഇരുന്നോ, ഞങ്ങൾ പൊക്കോളാം. എന്നാൽ കടലിൽ ഇറങ്ങിയപ്പോൾ കടലിന്റെ സ്വഭാവം മാറി. കടലിൽ ഇറങ്ങിയപ്പോൾ കടലിന്റെ സ്വഭാവം മാറി. ഞാൻ പത്രോസിനോട് ചോദിക്കുന്നു, എന്താ താങ്ങാൻ പറ്റുന്നില്ലേ? ഇല്ല. മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ല. തരണം ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ല. എന്ത് പറ്റി ഈ ഗലീലക്കടലിന്? പത്രോസ് പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ പറയാം പത്രോസ് എന്ത് പറ്റിയെന്ന്. ഇന്നലെ വരെ നീ കടലിൽ ഇറങ്ങിയത് ഉദരപൂരണത്തിന് വേണ്ടിയാ. എന്നാൽ ഇന്ന് നീ ഇറങ്ങിയത് ആത്മാക്കളെ നേടാനാ.